ആരോഗ്യപരമായ ജീവിതശൈലിയാണ് കുട്ടിയെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റുകൾ. ആരോഗ്യപരമായ പഠനം, ഒന്ന് നന്നായിട്ട് കളിക്കുക 1 മണിക്കൂറിലേറെ. ഏത് പരീക്ഷയാണെങ്കിലും തലേനാൾ SSLC പരീക്ഷൻ്റെ തലേനാൾ 1 മണിക്കൂർ ഓടി കളിക്കുക എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഇത് പറയുന്നത് കേട്ടോ, നിങ്ങളത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ആധുനികമായ ശാസ്ത്രമാണ് ഞാൻ പറയുന്നത്. രണ്ടാമതായിട്ട് 7 മണിക്കൂറെങ്കിലും വിശ്രമിക്കുക. SSLC പരീക്ഷൻ്റെ തലേനാളും നല്ല മനസ്സോടും എല്ലാ രീതിയിലും വിശ്രമം കിട്ടിയ ബുദ്ധിയോടും കൂടെ അങ്ങനെ പരീക്ഷയ്ക്ക് ചെല്ലണം. അപ്പോൾ പണ്ട് ടീച്ചർ പറഞ്ഞ തന്നെ അങ്ങനെ ഓർമ്മാവും. നേരം വെച്ച് രാത്രി 1 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ 3 മണിക്കുമ്പോൾ കുലിക്ക് വിളിച്ചിട്ട് ബക്കറ്റിൽ കാലൊക്കെ വെച്ചിട്ട് തലയിൽ കൂടി വെള്ളം ഒഴിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ടീച്ചർ പറഞ്ഞിടം മുതൽ മൊത്തം ബ്ലാങ്കായിട്ട് ഇങ്ങനെ പരീക്ഷ ആൾ ചെല്ലും. ഇങ്ങനെ 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 ഉണ്ടല്ലോ പരീക്ഷ ആളിൽ ഇങ്ങനെ ആയിരിക്കും അവിടെയുള്ള പരീക്ഷ ആൾ. ഇത് വിദ്യാർത്ഥിയെ തോൽപ്പിക്കും. മൂന്നാമതായി ഞാൻ പറഞ്ഞു സാത്വികമായ ഫുഡ്. നാലാമതായി മൊബൈലിൽ നിന്ന് മാറി നിൽക്കൽ. അഞ്ചാമതായിട്ട് 2-2.5 മണിക്കൂറെങ്കിലും സ്വന്തം പഠിക്കാൻ സംവിധാനം ഏർപ്പെടുത്തൽ. സമ്മർദ്ദങ്ങളില്ലാതെ, വടിയില്ലാതെ, പഠിക്കണമെന്ന് പറഞ്ഞിട്ട് മാഷോ ട്യൂഷൻ സെൻ്ററിലെ സാറോ ഒന്നും പറയാതെ നല്ല സമയത്ത് നല്ല ഒഴിഞ്ഞൊരു സ്ഥലത്ത്, അവിടെ മൊബൈലില്ല, കലാവർക്കുകളില്ല, കുട്ടി പഠിക്കാനിരിക്കണ മേശമ്മ തന്നെ സ്പൈഡർമാൻ ചാടണില്ല. അങ്ങനെയൊക്കെയുള്ളപ്പോൾ പുതിയ രീതി. കുട്ടി പിന്നെ അതിൻ്റെ കഥകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ തൊള്ള ഇങ്ങനെ, എന്താ കാലിങ്ങനെ എന്ന്. ഇത്തരം ശല്യങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ അവസ്ഥയിൽ പഠിക്കാൻ നിൽക്കുക.